കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തി കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരും ക്ഷേമത്തോടും സൗഖ്യത്തോടും കൂടി ആയിരിക്കുന്നെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരിക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം എനിക്ക് മറുപടി തന്നു, വലിയ ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി എന്ന് സാക്ഷ്യം പറയുകയും അത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. 75-ാം സങ്കീർത്തന 2-ാമത്തെ വേദഭാഗ്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. അപ്പോൾ ആസഫ് വളരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ആസഫ് പറയുന്നൊരു സങ്കീർത്തന ഭാഗമാണ് നാം വായിച്ചു കേട്ട. സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ അനേകരോട് ഷെയർ ചെയ്ത് എനിക്ക് വേണ്ടി ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കിതിന് ഇന്ന സമയത്ത് മറുപടി ലഭിക്കണം, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അനേക ദൈവദാസന്മാരെ, ദൈവമക്കളെ അറിയിച്ച് പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷവും ആനന്ദകരമായ വിഷയമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നോക്കി പ്രാരംഭ സമയങ്ങളിൽ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു സമയമുണ്ട്. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലുള്ള ഒരു സമയം വെളിപ്പെടുമ്പോൾ നിശ്ചയമായി എനിക്ക് വേണ്ടി കൃത്യമായ നിലയിൽ ദൈവം മറുപടി നൽകി തരുവാനിടയായി. ദൈവത്തിന് ഇഷ്ടം. വിശുദ്ധ വേദപുസ്തകം നിരവധി പേരെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ മറുപടികൾ വെളിപ്പെട്ടത്. അതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കറിയാം, അബ്രഹാം എന്ന ദൈവമനുഷ്യനെ വിളിച്ച് വേർതിരിച്ച് 75-ാമത്തെ വയസ്സിൽ ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടോളാൻ പറഞ്ഞപ്പോൾ അനുസരണ ഭാവത്തോടെ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിന് മക്കളില്ലായിരുന്നു. സാറയുടെ ശരീരത്തിൽ നിർജീവാവസ്ഥ വെളിപ്പെട്ടു നിൽക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേ 21-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ സമയമായപ്പോൾ വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്ത നിവർത്തിയിലേക്ക് അവരെ നടത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. 75-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അപ്പോൾ വാഗ്ദത്തം നടന്നു എന്നല്ല, അപ്പോൾ കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിന്റെ സമയത്തല്ല, ദൈവം നിശ്ചയിച്ച സമയത്ത് തന്നെ അബ്രഹാമിന് അത് വെളിപ്പെട്ട് കിട്ടുവാനിടയായി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒട്ടനവധി സമയങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച, നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ വെച്ച് അനവധി സമയങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനേക വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ മറുപടി നേരോടെ വിധിക്കുന്ന, മറുപടികളെ തരുന്നൊരു ദൈവത്തിന്റെ കരമുണ്ട്. ആവേശത്തോടെ എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവത്തിന് ആരാധനയും മഹത്വം കൊടുക്കുക. അതേ, അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താങ്കളുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വന്ന് ആ വിഷയത്തിനകത്ത് മറുപടികളെ തരാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ വീടിനകത്ത് ദൈവം അബ്രഹാമിനോട് എന്തു പറഞ്ഞു, അതിപ്രകാരം നിശ്ചയിക്കപ്പെട്ട സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ആമേൻ, താങ്കളുടെ ജീവിതത്തിനകത്തും നിശ്ചയിക്കപ്പെട്ട, ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ദൈവിക മറുപടികൾ കണ്ട് ആമേൻ താങ്കൾ സന്തോഷിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, അടുത്ത ഒരു വ്യക്തിയെ പരിചയപ്പെടണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഹാഗർ എന്ന അമ്മ ആ കുട്ടിയെ ഒരു അമ്മിമ്പാട് ദൂരത്ത് കൊണ്ടുവച്ച് കരയുകയാണ്. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് നിലവിളിച്ച് കരയുമ്പോൾ ആ മിസ്റ്റർ ഹാഗറിനു വേണ്ടി
ദൈവം വഴിയെ തുറന്നതുപോലെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിപ്പിച്ചതുപോലെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കരയുന്ന ചില വിഷയങ്ങളുടെ മേൽ, നെടുവീർപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ, എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വേദനിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മറുപടികൾ നേരോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ കരം ദൈവം താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ കുടുംബത്തിന് വേണ്ടി ചലിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആവേശത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതെ, സങ്കീർത്തനക്കാരനായ ആസഫ് പറയുക, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, നീ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലെന്ന് പറഞ്ഞാലും, നീ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലെന്ന് പറഞ്ഞാലും, ദൈവം നിനക്ക് മറുപടി തരത്തില്ലെന്ന് പറഞ്ഞാലും, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ദൈവത്തിന്റെ വചനം നമ്മോട് ഇന്ന് ഈ സന്ദേശം വിളിച്ചറിയിക്കുന്നു. സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ പരിചിതമേറിയ ഒരു വിഷയമാണ് ഏലിയാവ് സാരെഭാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, റൈറ്റ് ടൈമിലാണ് ദൈവത്തിന്റെ ഭക്തനെ, ദാസനെ സാരെഭാത്തിലേക്ക് അയക്കുന്നത്. അല്പം വൈകിയും അയച്ചില്ല, അല്പം മുൻപേയും അയച്ചില്ല. റൈറ്റ് ടൈമിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. എപ്പോഴാണ്? അവിടെ ഒരു അമ്മ, മകൻ, അവർ മരിക്കുവാൻ ഇച്ഛിച്ച് വിറകുവിറക്കി അടയുണ്ടാക്കി മകന് കൊടുത്ത് അടുത്ത സമയത്ത് മരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിൽ ഒരു അമ്മയായിരിക്കുകയാണ്. ദൈവം സ്തോത്രം തന്റെ ദാസനെ അയച്ച് ആ വീടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. റൈറ്റ് ടൈമിനകത്ത്. അല്പം വൈകി വന്നിരുന്നെങ്കിൽ ആ വീടിനകത്ത് 2 മരണങ്ങൾ സംഭവിച്ചേനെ. എന്നാൽ ദൈവത്തിന് സമയം തെറ്റുകയില്ല. ഇന്ന് എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ വേദനപ്പെടുകയും വല്ലാതെ കരയുകയും ചെയ്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനകത്തായിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, താങ്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ റൈറ്റ് ടൈമിൽ സമയം തെറ്റാതെ നേരോടെ വിധിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം താങ്കൾക്ക് വേണ്ടി ചലിപ്പിക്കുമെന്ന്, ദൈവം വെളിപ്പെട്ടു വരുമെന്ന് വിശ്വാസത്തോടെ ദൈവത്തിന് ആമേൻ കൊടുത്ത് അത് വിശ്വസിക്കാൻ തയ്യാറാകുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ കെരീത്തിൽ നിന്ന് ഏലിയാവ് യാത്ര പുറപ്പെടുമ്പോൾ ഞാൻ സാരെഭാത്തിലെ വിധവയോട് സ്തോത്രം കൽപ്പിച്ചിട്ടുണ്ടും എന്നും മാത്രം കേട്ട ശബ്ദത്തിൽ താൻ പുറപ്പെടുകയാണ്. എന്നാൽ മറുഭാഗത്ത് അവിടെ 2 മരണങ്ങൾ സംഭവിക്കാൻ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവ സ്വർഗത്തിൽ നിന്ന് ആരാഞ്ഞറിയുന്നു. അങ്ങിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യമുണ്ടല്ലോ, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാ, ആരോട് പറഞ്ഞാലും ഇതിനൊരു മറുപടി, സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയത്തില്ല. എൻ്റെ ഈ വിഷയത്തിൽ ആർക്കും ഇടപെടാൻ കഴിയത്തില്ല. എല്ലാവരാലും കൈവിട്ടു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. സ്തോത്രം. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല, ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് സ്തോത്രം കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ റൈറ്റ് ടൈമിൽ അങ്ങയ്ക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. യേശുവെ ഉറക്കെ കരയുവാനും ഉറക്കെ വിളിക്കുവാനും സ്തോത്രം നാം തയ്യാറെടുക്കുന്നെങ്കിൽ, കർത്താവിനെ മനസ്സോടെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, നമ്മെ സ്നേഹിച്ച് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രാണനാഥനുണ്ട്, അരുമ സ്നേഹിതനുണ്ടെന്നുള്ളത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതേ പ്രിയമുള്ളവരെ, നാം ഓർക്കുന്നത് നമ്മെ കേൾക്കാൻ ആരുമില്ല എന്നാണ്. നാം പലപ്പോഴും വേദനപ്പെടുന്നത് നമ്മുടെ അവസ്ഥ കാണാൻ ആരുമില്ല എന്നുള്ളതാണ്. നമ്മുടെ അരികിലേക്ക് നാം പ്രതീക്ഷിച്ചിരുന്നവരാരും കടന്നു വന്നില്ല എന്നിരിക്കാം. നാം പ്രതീക്ഷിച്ച സമയത്ത് ഒന്നും വെളിപ്പെട്ടു വന്നുമില്ല. മരുഭൂമി പോലെയുള്ള അവസ്ഥകൾ വെളിപ്പെട്ടു നിന്നെന്ന് ഒരു പക്ഷെങ്കിൽ നമുക്ക് ചിന്തിച്ചേക്കാം, വന്നേക്കാം. പക്ഷേ കർത്താവിന് നമ്മെ നല്ലവണ്ണം അറിയാം. കറക്റ്റ് ടൈമാകും, റൈറ്റ് ടൈമിൽ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. സമയം തെറ്റാതെ നമ്മെ തലകുനിക്കാൻ അനുവദിക്കാതെ, നമ്മെ തകർത്ത് കളയാൻ അനുവദിക്കാതെ, റൈറ്റ് ടൈമിൽ തന്നെ നമുക്ക് വേണ്ടി
നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതേ സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വിഷയത്തിനകത്തൊരു മറുപടിയും വെളിപ്പെടുന്നില്ലല്ലോ, എൻ്റെ വിഷയത്തിനകത്ത് എൻ്റെ വിഷയത്തിനകത്ത് മാത്രം ദൈവം ഒരു മറുപടി തരാത്തത്. ദൈവം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, വലിയ ശാപമാണോ, വലിയ കൊടും പാപം ചെയ്ത വ്യക്തിയാണോ, എൻ്റെ പിതാക്കന്മാർ ശാപം ഉള്ളവരായിരുന്നോ, വലിയ ശാപമുള്ള കുടുംബമാണോ എൻ്റെ? ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം മറുപടികൾ വൈകുന്നത് കൊണ്ടാണ്, മറുപടികൾ കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് അതേ പദങ്ങൾ പറഞ്ഞ് വേദനപ്പെടുന്ന താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നു, അതെ, കറക്റ്റ് ടൈമിൽ, കർത്താവ് ഉദ്ദേശിച്ച റൈറ്റ് ടൈമിൽ നേരോടെ ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതെ, അങ്ങ് വേവലാതിപ്പെടുന്ന, വർഷങ്ങളായി കരയുന്ന, നാളുകൾ കൊണ്ട് വേദനപ്പെട്ടിരുന്ന ചില വിഷയങ്ങളുടെ മേൽ നേരോടെ വിധിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന സമയങ്ങൾ ഇനിയും സ്തോത്രം ആഗതമായിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും നമുക്ക് ദൈവസന്നിധി മുൻപോട്ട് പോകാം. സമയം വരുമ്പോൾ കർത്താവ് നേരോടെ വിധിക്കും. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.